ഹലോ, അപ്പൊ ഇന്ന് നമ്മള് ശിവഗിരി ഉത്സവം കാണാൻ പോവാണ്. ഹായ് പറ. ഹായ്. ഹായ്. അപ്പൊ ഞങ്ങക്ക് ചാറ്റയിൽ നിന്ന് പപ്പയമ്മ ഇറങ്ങി. അതെ, അപ്പോൾ പറഞ്ഞ പോലെ ഉത്സവം പ്രമാണിച്ച് ഞങ്ങൾ പോകുന്ന വഴിക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് ശിവഗിരി എത്തി. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ, ഫുൾ തിരക്കാണ്. 30-31 ഈ സ്ഥലത്തോട്ട് അടുക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴി രണ്ടുപേരെ കണ്ടു. കണ്ടില്ലേ, എൻ്റെ അനിയനും അവൻ്റെ ഫ്രണ്ടും. അങ്ങനെ ഞങ്ങൾ ലൈറ്റ്സൊക്കെ കണ്ട്. ലൈറ്റ്സൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെയുള്ള മരങ്ങളിലും ഒക്കെ ഫുള്ളിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ കച്ചവടക്കാരായിരുന്നു ആസ് യൂഷ്വൽ, എല്ലാ ഉത്സവത്തെ പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡിസംബർ 13 പോയത്, ഫസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടുപേരെ കണ്ടത്. വേറെ ആരുമില്ല, ഇവരെ തന്നെ. ആക്ച്വലി ഇതൊരു എക്സിബിഷൻ പോലാണ്, ഇതിൻ്റെ അകത്ത് കുറേ ആനിമൽസൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ടിക്കറ്റ് ഫീ ഐ ഗെസ് പെർ ഹെഡ് 50 റുപ്പീസ് എങ്ങാണ്ടായിരുന്നു. ഞങ്ങളത് വാങ്ങിച്ച് നേരെ അകത്ത് കയറി. അവിടെ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു, എസ്പെഷ്യലി കുറേ എലികളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ക്യൂട്ടായിരുന്നു എല്ലാത്തിനും. നല്ല ക്യൂട്ട് ഐറ്റംസ് ആയിരുന്നു ഫുള്ളും. പിന്നെ കണ്ടോ, അതിങ്ങനെ എണീച്ച് നിന്ന് നമ്മുടെ ഒക്കെ എന്തോ പറയുന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പാരറ്റ്സ് ഉണ്ടായിരുന്നു, പൂച്ച, അങ്ങനെ എന്തൊക്കെയോ കുറേ ആനിമൽസ് ഉണ്ടായിരുന്നു അവിടെ. ഞങ്ങളെല്ലാത്തിനെയും കണ്ടു, എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. ഞങ്ങൾ മെയിനായിട്ട് പോയെന്ന് വെച്ചാൽ ഇവിടെ മീൻസ് ആ ഒരു നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു പാമ്പില്ലേ, അതിനെടുത്ത് കഴുത്തിലൊക്കെ ഇട്ട് വരും അവർ. ജസ്റ്റ് എനിക്ക് പാമ്പിനെ പേടിയാണ്, ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി കയറിയതാണ്. എനിവേ എല്ലാം നല്ല ഭംഗിയിൽ വരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഞങ്ങൾ സൂയിലൊക്കെ പോകുമ്പോൾ കാണുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇവിടെ കണ്ടതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പക്ഷികളായിരുന്നു. ദെൻ എലി ആൻഡ് പിന്നെ 2-3 ടൈപ്പ് ഓഫ് ക്യാറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം കൊള്ളാം. ആക്ച്വലി എന്താണ്, ഒരു എക്സിബിഷൻ, ഒരു മിനി എക്സിബിഷനാണ്. അങ്ങനെ ഭയങ്കര വലിയ ആനിമൽസ് ഒന്നും ഇല്ലായിരുന്നു. ഇങ്ങനെ കാണാൻ ഭംഗിയുള്ള കുറച്ച് കിളികൾ, അങ്ങനത്തെ ഐറ്റംസൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങളിതെല്ലാം നോക്കി. പിന്നെ കുറേ പ്രാവുണ്ടായിരുന്നു, പ്രാവിൻ്റെ 2-3 ഐറ്റംസ്, അതായത് ഡോവില്ലേ, നമ്മുടെ വെള്ളപ്രാവ്, അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കോഴി ഉണ്ടായിരുന്നു തോന്നുന്നു, ഐ ഗെസ്. പിന്നെ ഈ പൂച്ചേനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ തൊട്ടൊക്കെ നോക്കി കേട്ടോ, പക്ഷേ പുള്ളിക്ക് ഒരു അനക്കമില്ല, അങ്ങ് കിടക്കുവാണ്. എനിക്ക് തോന്നുന്നു അത് യൂസ് ടു ആയി കാണും. പലരും വന്നിങ്ങനെ കൈയൊക്കെ ഇട്ട് തൊടുന്നുണ്ടായിരുന്നു അതിന്. പിന്നെ അത് ടൈഗർ ക്യാറ്റ് ആണെന്ന് തോന്നുന്നു എത്തിക്കണത്. ഇത് 2 എമു ആണ്, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതെന്തായാലും ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടി എൻ്റെ തലയിട്ട് ഞങ്ങളുടെ കൊത്താൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ആ ഒരു സെക്ഷൻ കേട്ടോ. ഇവിടെ നമുക്ക് ഈ ഒരു പാമ്പിനെ അവരുടെ തോളിൽ വെച്ച് തരും. പിന്നെ ഇത് ഈ ഒരു സാധനം ഇഗ്വാന ഓർ സംതിങ്, അത് തോന്നുന്നു, എനിക്കറിയില്ല എൻ്റെ ഒറിജിനൽ നെയിം. എനിക്ക് പേടിയാണ്ട് ഞാൻ ആ ഒരു സെക്ഷനിലോട്ടേ പോയില്ല. പിന്നെ സാധാ എല്ലാ എക്സിബിഷനിലും ലാസ്റ്റ് കാണുന്ന പോലെ കുറേ കച്ചവടം, കുറേ അങ്ങനത്തെ ഐറ്റംസ് എന്തൊക്കെയോ. ഇത് ഈ ഒരു സാധനം കണ്ടോ, ഇത് റിയൽ ഫ്ലവർ അല്ല, ഇത് പ്ലാസ്റ്റിക് റോസസ് ആണ്, പക്ഷേ ഇറ്റ് ലുക്സ് റിയൽ, മോർ റിയൽ. ഇത് നമ്മുടെ മെഹന്തി സംഭവം. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നൊരു മുറുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ മുറുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കടല, കപ്പലണ്ടി ഒന്നും വാങ്ങിയില്ല. പിന്നെ പലരും ഇവിടെ നിന്ന് ബബിൾസൊക്കെ ഇടുന്നുണ്ടായിരുന്നു. പിന്നെ ഓരോരോ സ്ഥലത്തുനിന്നും ഘോഷയാത്രകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ നിൽക്കുമ്പോൾ തന്നെ 2-3 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് കേട്ടോ ശിവഗിരിയിലെ പുതിയ ഓഡിറ്റോറിയമാണ്. ആക്ച്വലി കുറേ നാളുകൊണ്ട് ഇതിൻ്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കംപ്ലീറ്റ് ആയത്. നമ്മുടെ പ്രസിഡൻ്റൊക്കെയാണ് വന്ന് ഇനാഗുറേറ്റ് ചെയ്തത്. പിന്നെ ഈ ഒരു സെഷനിൽ കുറേ ഗെയിമിങ് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ വെറുതെ വീഡിയോസ് എടുക്കാൻ മാത്രമേ പോയുള്ളൂ. പിന്നെ ഒരു ജൈൻറ്റ് വീൽ ഉണ്ടായിരുന്നു, അത് കാണാനാണ് ഞാൻ മെയിനായിട്ട് പോയത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊരു പാവ് ബജി കഴിച്ചു. ഇതൊരു സ്ട്രീറ്റിൻ്റെ സൈഡാണ് കേട്ടോ. ഇവിടെ നിറയെ ടോയ്സ് ആയിരുന്നു. അത് ഇങ്ങനെ അടുക്കിടുക്കി വെക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ജൈൻറ്റ് വീല്. ഇവിടെ ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് അത് രാത്രി കാണാൻ കുറച്ചുകൂടി ഭംഗിയാണ്. കുറേ പേര് കയറുന്നുണ്ടായിരുന്നു അതിൽ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊരു റാന്തലിലെ മോഡലിലെ ലൈറ്റാണ്. പിന്നെ കണ്ടോ, പിന്നെയും ഇങ്ങനെ ഘോഷയാത്രകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ കഴിക്കുന്ന ഐറ്റംസ്, അത് പഴയകാല മിഠായി, അങ്ങനെ ഇരുന്നപ്പോഴാണ് നേരത്തെ കണ്ട 2 പേര് പിന്നെയും വന്നു. എൻ്റെ അനിയനും അവൻ്റെ കൂട്ടുകാരനും. അങ്ങനെ അവർക്ക് പാനിപ്പൂരി വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പാനിപ്പൂരി വാങ്ങിക്കൊടുത്തു. അങ്ങനെ അത് നോക്കി നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചില്ല ആക്ച്വലി. കിട്ടിയ ഉടനെ തന്നെ 2 പേരും ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ചോദിച്ചു എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോൾ രണ്ടുപേരും എൻ്റെ അഭിപ്രായം പറയുവാണ്, നല്ല ക്രിസ്പിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു, അവർക്കും കൊടുത്തു. അവരും ടേസ്റ്റ് ചെയ്തതിൻ്റെ അഭിപ്രായം പറയുവാണ് ഞങ്ങളോട്. പപ്പ അതിനിടയ്ക്ക് എന്തൊക്കെയോ വിശേഷങ്ങൾ എന്നെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിഞ്ഞ് അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.